ഹലോ. അപ്പം നമ്മ ഒന്ന് തളിപ്പറമ്പിൽ പോകാൻ വേണ്ടിയിട്ടാണ്, അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഒരു ശിവക്ഷേത്രം ഉണ്ട് അവിടെ, രാജരാജേശ്വരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മാതമംഗലം ഉണ്ട്. ചെയ്യാനെങ്കിൽ ഒന്ന് ATM-നെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നൈറ്റ് എത്രത്തോളം ഇതാവുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോയിട്ട് പോവുക ചെയ്യുന്നത്. അത് നമ്മയാണെങ്കിൽ കുറേ ആയി പോകണം എന്ന് വിചാരിച്ചിട്ട്, കല്യാണം കഴിഞ്ഞ ടൈമിൽ പോകണം എന്ന് വിചാരിച്ചാണ്. ഇപ്പം ഒരു ടൈം കിട്ടീനി, അപ്പം ഇപ്പം അങ്ങനെ പോകുന്നു. ചേ വന്നു ATM പോയിട്ട്. അപ്പം നമുക്ക് പോവാ. അങ്ങനെ നമ്മളിത് അമ്പലത്തിൻ്റെ പുറത്തേക്ക് എത്തി, ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഇതാന്ന് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. പോയിട്ട് വരാം. വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നും അറിയില്ല, നോക്കാം. ഛേ, എന്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മ ഇങ്ങനെ അമ്പലത്തിൽ വന്നു, പക്ഷേ ഉള്ളിലേക്ക് പോയിക്കൂടാന്ന് പറഞ്ഞുകൊണ്ട് 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഉള്ളിലേക്ക് പോയിക്കൂടാ. അപ്പോൾ പിന്നെ കുറേ തിരക്കും ഇല്ലോണ്ട് പിന്നെ ഉള്ളിലേക്ക് പോയിട്ട് അത് കരഞ്ഞിട്ടുണ്ടെങ്കിലോ വെച്ചിട്ട് അങ്ങനെ. അത് അങ്ങനെ നമ്മ ഇറങ്ങലായല്ലേ, ഉള്ളിൽ കയറാൻ പറ്റൂല. പിന്നെ ഭയങ്കര തിരക്കുവാണ്. അങ്ങനെ ആയതുകൊണ്ട് നമ്മ ഇറങ്ങലായി. തുണിയും കൊണ്ട് കയറാൻ പറ്റൂല. 4 വയസ്സിന് മുകളിലുള്ള കുട്ടിയൊക്കെ കയറാൻ പറ്റുള്ളൂ. പാമ്പേഴ്സ് അങ്ങനത്തെ എല്ലാം ഉള്ളിലോണ്ടായിരിക്കും. അങ്ങനെ പിന്നെ കുറേ തിരക്കും ഉണ്ട്. പിന്നെ ഇവൻ കരഞ്ഞിട്ടുണ്ടെങ്കിലോ വെച്ചിട്ട് ക്യൂവിൽ നിന്നാൽ അങ്ങനെ കയറിയിട്ടില്ല. ഇത് കുളമാണേ, വലിയ കുളം. ഞാൻ എവിടെ ഇങ്ങനത്തെ വലിയ കുളം കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഇത്ര വലുത്. അങ്ങനെ നമ്മ ഇറങ്ങലായിട്ടാ ഇവിടുന്ന്. നമുക്കിനി അങ്ങോട്ടേക്ക് എത്ര സമയം? എത്ര? ഒരു 3/4 മണിക്കൂർ. ഇത് എത്ര തിരക്കുണ്ടാവും എന്നൊന്നും വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ചിലപ്പോൾ 7 to 8:30 അങ്ങനെ എന്തോ സ്ത്രീകൾക്ക് പ്രവേശിച്ചു വിടും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. നമ്മയും അതുകൊണ്ടാണ് വന്നിനി. അങ്ങനെ നമ്മ തിരിച്ചു പോലായി. അതു അത്യാവശ്യം വലിയ പാർക്കിങ്ങെല്ലാം ഉണ്ട് കേട്ടോ പുറകെ സൈഡിൽ ഇവിടെ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല എങ്ങനെയാണെന്നല്ലോ. പക്ഷെ പ്രാണി ഇപ്പോൾ വലിയ വേറെ നമ്മളിപ്പോൾ കേരള സ്റ്റേറ്റ് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ലേ? എനിക്ക് ആ ഒരു ഫീലാണ് ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ. കുറേ എല്ലാ ഏരിയയിലുള്ള ആൾക്കാരുണ്ട്, മീൻസ് കേരളത്തിന് ഔട്ട് സൈഡിലുള്ള അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം രാത്രി അതിന് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ഫുഡ് കഴിച്ചു. അങ്ങനെ അവിടുന്ന് തിരിച്ച് വന്നു. നല്ല രസമില്ല രാത്രി റോഡിൽ കാണാൻ വേണ്ടിയിട്ട്. നമുക്കും ഇഷ്ടമാവും രാത്രി ഇങ്ങനെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ചെറിയ വീഡിയോ ആണ്. പിന്നെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്.